ഞാൻ എപ്പോഴും വീഡിയോ ചെയ്യുന്നത് പ്രൊഡക്റ്റീവ് ഡേ അല്ലെങ്കിൽ പ്രൊഡക്റ്റീവ് സ്റ്റഡി വ്ളോഗ് എന്നൊക്കെ പറഞ്ഞിട്ടാണല്ലോ. സോ എല്ലാവർക്കും ഒരു തെറ്റിദ്ധാരണ ഉണ്ടാവും, എല്ലാ ദിവസവും ഇങ്ങനെയൊക്കെ ആയിരിക്കുന്നു. അപ്പോൾ അതൊന്നും മാറ്റണ്ടേ? നോർമലി എല്ലാവരെയും പോലെ തന്നെ നല്ല മോട്ടിവേഷനുള്ള ദിവസങ്ങളുണ്ടാവും, ഒന്നും ചെയ്യാൻ പറ്റാത്ത ദിവസങ്ങളും ഉണ്ടാവും. ഇന്നത് രണ്ടാമത്തെ ദിവസമാണ്. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു എന്നാൽ ഒരു വീഡിയോ ആക്കിയിട്ട് ചെയ്യാം. അപ്പോൾ ഒരു അൺപ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ഡേ ഇൻ മൈ ലൈഫ് നോക്കാം. സോ ഹായ് ഗൈസ്, ഐ എം സിദ്ധാർത്ഥ്. ഐ എം എൻ ACCA ഫൈനലിസ്റ്റ്. ഇപ്പോൾ എൻ്റെ ലാസ്റ്റ് പേപ്പർ ചെയ്യുന്നു എലാൻസിൽ. ഞാൻ ഓൺലൈനായിട്ടാണ് പഠിക്കുന്നത്. ജൂൺ 5 തീയതിയാണ് എൻ്റെ എക്സാം വരുന്നത്. ഇനി ഒരു 14 ദിവസം കൂടി ഉണ്ടാവും. നിങ്ങൾ ഈ സെഷനിൽ ഏത് എക്സാം എഴുതുന്നതെന്നൊന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. പിന്നെ ഈ വീഡിയോ മാക്സിമം ലാസ്റ്റ് വരെ കാരണം ഞാൻ കുറേ സ്റ്റഡി ടിപ്സും കാരണം പറയുന്നുണ്ട്. ACC പഠിക്കുന്നവർക്ക് മാത്രമല്ല, നിങ്ങൾ എന്ത് എക്സാമിന് പ്രിപ്പയർ ചെയ്യുകയാണെങ്കിലും ഈ ടിപ്സൊക്കെ യൂസ് ചെയ്യാം. നിങ്ങൾ എപ്പോഴും പഠിക്കാനിരിക്കുകയാണെങ്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രൊഡക്റ്റീവായ കാര്യം ചെയ്യാനിരിക്കുമ്പോൾ ഇരിക്കുന്ന ടേബിൾ ആയാലും ബെഡ് ആയാലും ഒക്കെ നല്ല വൃത്തിയാക്കി വെക്കുക. എന്നാലേ നമുക്കൊരു മൈൻഡ് ക്ലിയർ ആയിട്ടിരുന്ന് ചെയ്യേണ്ട വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. എസ്തെറ്റിക് ആയിട്ട് ചായ കൊണ്ടുവരാൻ നോക്കിയത് അപ്പോൾ തന്നെ കൈ കൂടെ പോയാനെ. ഞാനിന്ന് അൺപ്രൊഡക്റ്റീവ് ഡേ ഇൻ മൈ ലൈഫ് എന്നാണ് ഇട്ടത്. അതിൻ്റെ കാര്യം എന്താണെന്ന് നിങ്ങൾക്ക് കുറച്ച് കഴിയുമ്പോൾ മനസ്സിലാവും. എനിവേസ്, നമ്മുടെ ഇപ്പോഴത്തെ പ്ലാൻ എന്ന് പറയുന്നത് മേജേഴ്സ് ആൻഡ് അക്യൂസേഷനിലെ കുറച്ച് ക്ലാസ് കാണാൻ പെൻഡിങ് ഉണ്ട്. അത് ആക്ച്വലി ഞാൻ എന്നോ കാണണ്ടായിരുന്നു, അത് മിസ്സായി പോയതാണ്. അപ്പോൾ ഇന്നിപ്പോൾ അത് മൊത്തം ഇരുന്ന് കണ്ടു തീർക്കണം. അതിൻ്റെ 1-2 ക്വസ്റ്റ്യൻസും ചെയ്യണം. നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഫീൽ ചെയ്തിട്ടുണ്ടോ, നമ്മൾ ചില കാര്യങ്ങളൊക്കെ കുറേ സമയമെടുത്ത് പഠിച്ച് അടിപൊളിയാക്കി സെറ്റാക്കി വെക്കും. ഇതിൽ പല ചാപ്റ്റേഴ്സ് ഞാൻ കണ്ടതാണെന്നോലും എനിക്ക് ഓർമ്മ ഉണ്ടാവില്ല. ലൈക്ക് അത്രയും നമ്മൾ മറന്നു പോകും. അത് പ്രോപ്പറായിട്ട് റിവൈസ് ചെയ്യാത്തതുകൊണ്ടാണ്. പിന്നെ ഇത്രയും ക്ലാസ് പെൻഡിങ് നടക്കുമ്പോൾ നമുക്ക് വേറെ വഴിയില്ല, അത് റിവൈസ് ചെയ്ത് പിന്നെ വന്ന് ക്ലാസ്സും കണ്ട് എന്താപ്പത്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എന്താ വെച്ചാൽ, ഇത് വളരെ നോർമലാണ്. നിങ്ങൾക്ക് മാത്രമുള്ളൊരു പ്രശ്നമാണ് ഇതെന്ന് വിചാരിച്ചിട്ട് ഡിസപ്പോയിൻറ്റഡ് ആവരുത്. ലൈക്ക് കുറേ പേര് എനിക്ക് മെസ്സേജ് അയക്കുന്നുണ്ട്, പഠിച്ച് തലയിൽ നിൽക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. ഇതങ്ങനെയാണ്. നമുക്ക് അങ്ങനെ തലയിൽ ഒറ്റയടിക്ക് പഠിച്ചോട്ടെ നിൽക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ എളുപ്പമായില്ലേ കാര്യങ്ങൾ. ഏതായാലും രാവിലെ നല്ല അടിപൊളി പുട്ടും ബീഫും ഉണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ വയറ് നിറച്ച് കഴിച്ചു വന്നപ്പോഴാണ് എനിക്കൊരു ബോധോദയം വന്നത്. എൻ്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് സസ്പെൻഡ് ആയിരുന്നു. അപ്പോൾ അത് എടുക്കാനുള്ള വഴികൾ നോക്കണം. അപ്പീൽ ചെയ്ത് നോക്കി, മെയിൽ അയച്ചു നോക്കി, വെരിഫിക്കേഷൻ വരെ എടുത്തു നോക്കി. എന്നിട്ടും ഇതുവരെ നോ രക്ഷ. നമുക്ക് ഒരു രീതിയിലുള്ള വാർണിങ്ങോ എക്സ്പ്ലനേഷനോ കാര്യങ്ങളൊന്നും തന്നിട്ടില്ല. പെട്ടെന്ന് ഒരു ദിവസം ഞാൻ നീച്ചു നോക്കിയപ്പോൾ അക്കൗണ്ട് സസ്പെൻഡ് ആയതുകൊണ്ട് ഇത് കാണിച്ചു. ഞാൻ ആകെ ഡൗൺ ആയി പോയിട്ടോ. എനിക്ക് പഠിക്കാനോ ഒന്നിനും ഒരു മൂഡില്ലാതായി. പക്ഷെ അപ്പോഴാണ് ഞാൻ ഫാസ്റ്റിൽ പറഞ്ഞത് ആലോചിച്ചത്, വി ഹാവ് ടു ഫേസ് സം ബാഡ് ഡേയ്സ് ടു ഫേസ് ദ ഗുഡ് വൺസ്, റൈറ്റ്? അപ്പോൾ എന്നെ തന്നെ ഒന്ന് മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ വിചാരിച്ചു ഒന്ന് ഐസിങ് ചെയ്യാം. കാരണം ഇപ്പോഴത്തെ പ്രയോറിറ്റി എന്ന് പറയുന്നത് എക്സാമാണ്, അല്ലാതെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടോ മാങ്ങാത്തൊലിയൊന്നും അല്ല. ഇതൊക്കെ നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഉണ്ടാക്കാം. മാങ്ങാത്തൊലീൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഇവിടെ ഒരു മാങ്ങ ഉണ്ടായിരുന്നു, അപ്പോൾ അത് മുറിച്ച് കൊണ്ടുവന്ന് കഴിക്കാമെന്ന് വിചാരിച്ചു. എന്നിട്ടൊന്ന് ഫ്രഷായി പഠിക്കാനിരുന്നു. ഇതെൻ്റെ ലാസ്റ്റ് പേപ്പറാണല്ലോ. ഇതിപ്പോൾ ഞാൻ എൻ്റെ എല്ലാ വ്ളോഗിലും പറയും, പക്ഷേ ദിസ് ഈസ് ആക്ച്വലി മൈ ലാസ്റ്റ് പേപ്പർ. ഇതും കൂടി കഴിഞ്ഞാൽ പിന്നെ ഞാൻ ACC അഫിലിയേറ്റ്, അതായത് 21 വയസ്സിൽ തന്നെ എൻ്റെ ACCA കംപ്ലീറ്റ് ആയി. ലാലേട്ടനൊക്കെ പറയുന്ന പോലെ 21 വയസ്സിൽ ലൈഫ് സെറ്റാക്കാം. ലൈഫൊന്നും സെറ്റായിട്ടില്ലെങ്കിലും ഒരു ACC അഫിലിയേറ്റ് ആവാം. ഇത് ആക്ച്വലി ഒരു ബ്രേക്കോ കാര്യങ്ങളൊന്നും എടുക്കാതെ അങ്ങനെ സ്ട്രിക്റ്റായിട്ട് 3 കൊല്ലം കൊണ്ട് തീർക്കണം എന്നുള്ള ടാർഗറ്റ് വെച്ച് വന്നുകൊണ്ടാട്ടോ. അതുകൊണ്ട് തന്നെ അതിൻ്റേതായ ബുദ്ധിമുട്ടുകൾ ഞാൻ ഫേസ് ചെയ്തിട്ടുണ്ട്, മെൻ്റലി ആയാലും ഫിസിക്കലി ആണെങ്കിലും. അപ്പോൾ നിങ്ങൾക്ക് ഇത്ര ബേൺ ഔട്ട് ആവാതെ സ്ട്രെസ്ഡ് ആവാതെ ഒക്കെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു 2-3 പേപ്പർ കൂടുമ്പോൾ 3 മാസം ബ്രേക്കൊക്കെ എടുക്കാം. ഇറ്റ്സ് വെരി നാച്ചുറൽ. അല്ല 3 കൊല്ലം സ്ട്രിക്റ്റ് ആയിട്ട് എല്ലാവരും കംപ്ലീറ്റ് ചെയ്തോണം നിർബന്ധമൊന്നുമില്ല. 1.5 വരെ ക്ലാസ്സും കാര്യങ്ങളൊക്കെ എടുത്ത് ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ആയിരുന്നു. ഇനിയിപ്പോൾ എനിക്കൊരു ടോപ്പിക്കിൻ്റെ PDF റീഡ് ചെയ്യാനുണ്ട്. അപ്പോൾ തൽക്കാലം അതൊക്കെ വായിച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കിയിട്ട് ലഞ്ച് കഴിച്ചിട്ട് വേണം ബാക്കി പഠിക്കാൻ. ഇപ്പോഴത്തെ ക്ലൈമറ്റിന് എന്തൊരു മൂടിയല്ലേ. ലൈക്ക് ഇപ്പം മഴ പെയ്യും എന്ന് പറഞ്ഞിട്ട് ഭയങ്കര ഇരുണ്ട് കൂടി ഇരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കും വലിയ ഉഷാറൊന്നും ഉണ്ടാവില്ല, ഏതെങ്കിലും ഒരു മൂലയ്ക്ക് ഇരിക്കണമെന്നേ ഉണ്ടാവുള്ളൂ. എനിക്ക് ഈ ക്ലൈമറ്റ് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ എക്സാമും കാര്യങ്ങളൊന്നും ഉണ്ടാവരുത്. അങ്ങനെ ആകുമ്പോൾ നമുക്ക് സിനിമയും കണ്ട് വീട്ടിലിങ്ങനെ കിടന്നുറങ്ങിയാൽ മതി. ഞാൻ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇറങ്ങിയപ്പോഴാണ് കണ്ടത് ഇവിടെ മഴ പെയ്യുമ്പോൾ വെള്ളം കെട്ടിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ഹമ്പ് പണിത് വെച്ചിട്ടുണ്ട്. ബൈക്കാണെങ്കിൽ എടുത്ത് പുറത്ത് വെച്ചതുമില്ല. അല്ലാന്നുണ്ടെങ്കിൽ അതെടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ട് കിട്ടുമ്പോൾ തന്നെ ഒരു സമാധാനം കിട്ടും. ഇന്നാണെങ്കിൽ ആകെ മൊത്തം ഒരു സാഡ് ഡേ ആണല്ലോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു മന്തിയാണ് കഴിച്ചാളയാണ്. അപ്പോൾ നേരെ റെയ്താനിക്ക് വിട്ടു. ചില ആൾക്കാർക്ക് വിഷമമൊന്നും വന്നു കഴിയുമ്പോൾ ഒന്നും കഴിക്കാനൊന്നും പറ്റില്ല കേട്ടോ. പക്ഷേ ഞാൻ നേരെ തിരിച്ചാ.
എനിക്ക് വിഷമോ അല്ലെങ്കിൽ ടെൻഷനൊക്കെ വരുമ്പോൾ ഞാൻ കുറേ ഇരുന്നുകൊണ്ട് കഴിക്കും. സ്ട്രെസ് ഈറ്റിംഗ് എന്നും പറയാം. അപ്പോൾ ഇത് കാണുന്ന നോമ്പോ കാര്യങ്ങളൊക്കെ ഉള്ള ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ സോറി. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് വീട്ടിൽ പോയി ഒരു 3/4 മണിക്കൂർ കിടന്നുറങ്ങി. ഈ ഒരു ഉച്ചയ്ക്കുള്ള ചെറിയ പവർ നാപ്പ് ഇല്ലാന്നുണ്ടെങ്കിൽ എനിക്ക് വൈകിട്ട് രാത്രി ഒക്കെ ഭയങ്കര ക്ഷീണമായിരിക്കും. 4:30 ആയപ്പോൾ വിചാരിച്ചു ജിമ്മിന് പോകുന്നു. കാരണം ഒന്ന് ഉച്ചയ്ക്ക് കഴിച്ച മന്തി നമുക്കൊന്ന് സെറ്റിൽ ചെയ്യണ്ടേ. എക്സ്ട്രാ കുറച്ച് കാലറിയും കൂടി കുറയ്ക്കാൻ വേണ്ടിയിട്ട് നടന്നു പോകുമെന്ന് വിചാരിച്ചു. നിങ്ങൾ ജിമ്മിനൊന്നും പോകുന്നില്ലെങ്കിലും വീട്ടിൽ അറ്റ്ലീസ്റ്റ് സ്ട്രെച്ചും അതേപോലെ തന്നെ ബേസിക്കായിട്ട് നടക്കുക കാര്യങ്ങളൊക്കെ ചെയ്യാട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ഓവറോൾ പോസ്റ്റർ വൃത്തിയാടാവും. പിന്നെ നമുക്ക് കോൺഫിഡൻസ് ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. എനിക്കങ്ങനെ സ്വീറ്റ്സിനോടും ചോക്ലേറ്റ്സിനോടും ഒന്നും വലിയ ക്രേവും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. പക്ഷേ ഫ്രൂട്ട്സ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ എപ്പോഴും ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഫ്രൂട്ട്സ് കഴിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ഞാൻ കുറച്ച് ഗ്രീൻ ആപ്പിളും വാട്ടർമെലനും മേടിച്ചു. അതിൽ തന്നെ എൻ്റെ വ്ളോഗ്സ് കാണുന്നവരാണെങ്കിൽ അറിയാലോ, എൻ്റെ ഫേവറേറ്റ് വാട്ടർമെലനാണ്. അതിന് നല്ല പീസാക്കി കട്ട് ചെയ്ത് ഫ്രിഡ്ജിൽ കയറ്റി വെച്ചു. ഇനി കുളിച്ച് വന്നിട്ട് വേണം കഴിക്കാൻ. അപ്പോൾ ഒരു പ്രത്യേക സുഖം കിട്ടും. എൻ്റെ ഒരു സ്വഭാവം വെച്ച് ഞാൻ ആക്ച്വലി ഫുഡ് ബ്ലോഗിങ് ആയിരുന്നല്ലോ തുടങ്ങണ്ടേ. ഇനിയിപ്പോൾ എന്തായാലും ACCA കഴിഞ്ഞല്ലോ, അടുത്ത ഫുഡ് ബ്ലോഗിങ് നോക്കാം. നിങ്ങൾക്ക് കൺസിസ്റ്റൻ്റ് ആയിട്ട് ഒരു പ്ലാനോടെ ഇരിക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ ഇതായിരിക്കും നിങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ട്. ഈ ഒരു 40 രൂപയുടെ സ്റ്റിക്കി നോട്ട്സ് നിങ്ങൾ വിചാരിക്കുന്നതിനെക്കാട്ടും വലിയ ഇമ്പാക്റ്റാണ് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാക്കാൻ പോകുന്നത്. ഞാൻ ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം. ഇത്രയും ക്വസ്റ്റ്യൻസ് കണ്ടോ, ഈ ക്വസ്റ്റ്യനാണ് കഴിഞ്ഞ ദിവസം ചെയ്യാൻ തന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിനെ എടുത്തിട്ട് ഇതിൽ എഴുതി വെക്കുക നമ്മുടെ സ്റ്റിക്കി നോട്ട്സിൽ. എന്നിട്ട് എന്താക്കാന്ന് വെച്ചാൽ ഓരോന്ന് ചെയ്യുമ്പോഴും ടിക്ക് ചെയ്ത് പോവുക. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് നമ്മൾ എത്രണ്ണം തീർത്തു, ഇനി എത്രണ്ണം ഉണ്ട്, ഈ സംഭവങ്ങൾ അറിയുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു മോട്ടിവേഷൻ ആവും. ഇറ്റ്സ് ലൈക്ക് ഒരു റിവാർഡ് പോലെ. ലൈക്ക് ഒരെണ്ണം എഴുതി കഴിയുമ്പോൾ ഇതിൽ ടിക്ക് ഇടാം. അപ്പോൾ നമുക്കൊരു ഹാപ്പിനെസ് കിട്ടും. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. എനിക്ക് വർക്ക് ചെയ്ത സംഭവമാണ്. ഞാൻ ആക്ച്വലി സ്റ്റിക്കി നോട്ട്സ് ആയിട്ടല്ല യൂസ് ചെയ്യാറ്. ഞാൻ എൻ്റെ നോട്ട്സ് ആപ്പൊക്കെ ഉണ്ടല്ലോ ഐപാഡിൽ, അപ്പോൾ അതിലൊക്കെയാണ് ചെയ്യാറ്. എന്നാലും ഇനി ഞാൻ കംപ്ലീറ്റ് ആയിട്ട് ഫിസിക്കലിലേക്ക്, ഫിസിക്കൽ ബുക്സ്, ഫിസിക്കൽ നോട്ട്സ് അതിലേക്ക് മാറാൻ പോവാം. ഇനിയിപ്പോൾ ACCA എന്തായാലും കഴിഞ്ഞു. ബിക്കോസ് ഈ ലാപ്പും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് എനിക്ക് ഭയങ്കര അതിൻ്റെ നല്ല പോലെ അത് എഫക്റ്റ് ചെയ്തിട്ടുണ്ട്. ഇനി എന്തായാലും ACCA കഴിഞ്ഞ് ഒരു 4-5 മാസം ബ്രേക്ക് എടുത്തിട്ടൊക്കെ ഞാൻ അടുത്ത എന്തെങ്കിലും ജോബാണെങ്കിലും പഠിത്തമാണെങ്കിലും എന്താണെങ്കിലും അടുത്തതിലേക്കുള്ളൂ. നമ്മൾ ഓൾമോസ്റ്റ് ടോപ്പിക്സ് ഒക്കെ സെറ്റായി കഴിഞ്ഞാൽ, ഞാൻ പറയുന്നത് ഓൾമോസ്റ്റ് ആണല്ലോ, അതായത് ഫുള്ള് അടിപൊളിയായി പഠിച്ച് ഫുൾ മാർക്കിനുള്ള ടൈപ്പല്ല. അപ്പോൾ അങ്ങനെ ഏകദേശം ഒന്ന് പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് എക്സാം ടെക്നിക്സിലേക്കാണ്. അതായത് എങ്ങനെ ഓരോ കാര്യങ്ങൾ എഴുതണം, നമുക്ക് ടിപ്സ് കാര്യങ്ങൾ, ഇനി എങ്ങനെ പഠിക്കണം. അപ്പോൾ ഇതിനൊക്കെ ഞാൻ എപ്പോഴും ഉപയോഗിക്കാറ് ChatGPT ആണ്. പ്രൊമോഷനൊന്നുമല്ല. ഒന്നാമത്തെ കാര്യം, എനിക്ക് ChatGPT ഒന്നും പ്രൊമോഷൻ കിട്ടാനുള്ള ഫോളോവേഴ്സും സബ്സ്ക്രൈബേഴ്സും ഇല്ല. അപ്പോൾ ഞാനത് ജെന്യൂനായിട്ട് ഞാൻ എൻ്റെ എല്ലാ പേപ്പറിലും കാണിക്കുന്നതല്ലേ. അപ്പോൾ നിങ്ങളിതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇത് കണ്ടില്ലേ എങ്ങനെയാണ് ചെയ്യേണ്ടത്, ഓരോ കാര്യങ്ങളും ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് നോക്കേണ്ടത് എന്താ വെച്ചാൽ എക്സാമിനേഴ്സ് റിപ്പോർട്ടാണ്. അല്ലാതെ കുറേ ടോപ്പിക്ക് ഇനി പിന്നെ ഇരുന്ന് വായിക്കുന്നവരല്ല. ഇനി എല്ലാവർക്കും മിസ്റ്റേക്കായിട്ട് കോമൺ മിസ്റ്റേക്സ് എന്തൊക്കെയാണ് വന്നതെന്ന് നോക്കുക. അതേ മിസ്റ്റേക്സാണ് നമ്മുടെ എക്സാമിൽ വരുത്താൻ ഹൈ ചാൻസ്. നമ്മൾ നേരത്തെ കണ്ടുപോവുകയാണെങ്കിൽ നമുക്ക് ആ ഒരു ടെൻഷൻ ഒഴിവാക്കാമല്ലോ. അപ്പോൾ 2025, 2024 അങ്ങനെ ഒരു 5-6 എക്സാമിനേഴ്സ് റിപ്പോർട്ട് ഇരുന്നിട്ട് വായിക്കുക. അപ്പോൾ തന്നെ നമ്മുടെ എക്സാം ടെക്നിക്ക് ഒരു പകുതി കൂടുതൽ സെറ്റാവും. ഇനിയിപ്പോൾ ഉള്ള പരിപാടി എന്ന് പറഞ്ഞാൽ ഈ ഒരു PDF പഠിക്കണം. എന്നിട്ട് ഇതിൻ്റെ ക്വസ്റ്റ്യൻസ്, ഇന്ന് ആക്ച്വലി ഇത് ലൈവ് ക്ലാസ് ആണ് ഉണ്ടാവേണ്ടിയിരുന്നത്. 4 മണിക്കൂർ, ലൈക്ക് 4 മണി തൊട്ട് 8 മണി വരെ. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് തന്നെ ഈ വ്ളോഗ് എടുക്കാമെന്ന് വിചാരിച്ചത്. പക്ഷേ സാറിന് ഫിസിക്കലി വയ്യാത്തതുകൊണ്ട് തന്നെ ക്ലാസ് മാറ്റി വെച്ചു. അപ്പോൾ അതിന് പകരം റെക്കോർഡിങ്സ് വന്നിട്ടുണ്ട്. ഫസ്റ്റ് നമുക്ക് ഈ സംഭവങ്ങൾ വായിക്കാം, എന്നിട്ട് പറ്റുന്ന പോലെ റെക്കോർഡിങ്സ് കാണാം. ഒരു 10:30 വരെയൊക്കെ ഇരുന്ന് പഠിക്കാം. ക്ലാസ് കേൾക്കുമ്പോൾ എല്ലാം മനസ്സിലായിക്കോണമെന്നൊന്നുമില്ല. ഇറ്റ്സ് വെരി നോർമൽ. നമ്മൾ പല സമയത്തും സോൺ ഔട്ട് ആയി പോകും, അല്ലെങ്കിൽ നമ്മൾ എത്ര ശ്രദ്ധിച്ചാലും ചില കാര്യങ്ങൾ നമുക്ക് മനസ്സിലാവില്ല. ആൻഡ് ദാറ്റ്സ് ഫൈൻ. നമുക്കെല്ലാം അങ്ങനെ മനസ്സിലാവേണ്ട കാര്യമില്ല. കാരണം 100 മാർക്കിൻ്റെ പേപ്പറിൽ 50 മാർക്ക് മതി നമുക്ക് പാസ്സാവാൻ.
അപ്പോൾ അതിൽ നമുക്ക് മാക്സിമം ഇനിയിപ്പോൾ ഒന്നും അറിയാത്ത ഒരു 10 മാർക്കിൻ്റെ സാധനം ഉണ്ടെങ്കിലും ബാക്കിയുണ്ടല്ലോ പാസ്സാവാൻ. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എന്താ വെച്ചാൽ, നിങ്ങൾ എത്രയാണോ പഠിച്ചത് ദാറ്റ്സ് ഇനഫ്. ആ പഠിച്ചതിൽ ഫുൾ കോൺഫിഡൻസ് വെച്ചിട്ട് എക്സാം എഴുതാൻ പോകുക. അല്ലാതെ പഠിക്കാത്ത കാര്യങ്ങളെ ആലോചിച്ച് തല പുണ്ണാക്കി ടെൻഷൻ അടിച്ച് എക്സാം ഹാളിൽ ഇരിക്കുകയാണെങ്കിൽ നമുക്ക് അറിയേണ്ടതും കൂടി എഴുതാൻ പറ്റില്ല. ഈ ഒരു വീഡിയോയുടെ മെയിൻ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് റിയാലിറ്റി ചെക്ക് തരാൻ വേണ്ടിയാണ്. കാരണം ഇത് കഴിഞ്ഞാൽ പിന്നെ ഞാൻ അങ്ങനെ സ്റ്റഡി വ്ളോഗൊന്നും ഇടാൻ എനിക്ക് സ്കോപ്പില്ല. ഇനി ഞാൻ ചിലപ്പോൾ എക്സാമിന് മുന്നേ ഒറ്റൊരു സ്റ്റഡി വ്ളോഗ് കൂടി ആയിട്ടുള്ളൂ. അതിൽ എക്സാം ടിപ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. നിങ്ങൾക്ക് എന്തായാലും ഹെൽപ്ഫുൾ ആവും. സോ നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോ. അപ്പോൾ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തോട്ടോ. അങ്ങനെ ഒരു 9:30 ആയപ്പോൾ ഞാൻ ഡിന്നർ കഴിക്കാൻ വേണ്ടി വന്നു. നല്ല അടിപൊളി ചിക്കൻ ഫ്രൈയും ചിക്കൻ കറിയും ചപ്പാത്തിയും അത് കഴിഞ്ഞിട്ട് ഐസ്ക്രീമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ വയറ് നിറച്ച് കഴിച്ച് കുറച്ച് നേരം കൊണ്ട് ക്ലാസ് കാണാമെന്ന് വിചാരിച്ചു. എനിക്കറിയാം ഇന്ന് നമ്മൾ ഒരുപാട് ടൈമൊന്നും പഠിച്ചിട്ടില്ലാന്ന്. ആൻഡ് ദാറ്റ്സ് ദ ഹോൾ പോയിന്റ് ഓഫ് ദിസ് വീഡിയോ. എല്ലാ ദിവസവും ഒരേപോലെ നമുക്ക് കൺസിസ്റ്റൻ്റ് ആയിട്ട് പഠിക്കാൻ പറ്റില്ല. ആഫ്റ്റർ ഓൾ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് എല്ലാ ദിവസവും 8 മണിക്കൂർ ഇരുന്ന് പഠിക്കുക എന്നുള്ളതല്ല. നമുക്ക് തീരെ താല്പര്യമില്ലാത്ത ദിവസം എന്തെങ്കിലുമൊക്കെ ചെയ്തു വെക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ സമയം 11 മണിയായി. അപ്പോൾ നമ്മൾ വിചാരിച്ച പോലെ ക്ലാസ്സും കാര്യങ്ങളൊക്കെ അത്യാവശ്യം കണ്ടു തീർക്കാൻ പറ്റി. ഇന്ന് ഓവറോൾ ഒരു ഡൾ ഡേ ആയിരുന്നു. എനിക്ക് അധികമൊന്നും പഠിക്കാനൊന്നും പറ്റിയില്ല. എന്നാലും പറ്റുന്ന പോലെയൊക്കെ കുറച്ചൊക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ ഞാൻ 2-3 ദിവസമായിട്ടൊരു ദുരൂഹ സാഹചര്യത്തിൽ നിന്ന് സിനിമയല്ലേ അത് കാണുകയാണ്. അപ്പോൾ ഇന്ന് കണ്ടു തീരൂല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി ഒരു അരമണിക്കൂർ ആ സിനിമയും കാണാം, എന്നിട്ട് കയറി കിടന്നുറങ്ങാമെന്ന്. അപ്പോൾ നിങ്ങൾ ഇത്രയും നേരം വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ വീഡിയോ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.